അടുത്ത സെറ്റ് ഓഫ് കൺഫർമേഷൻസ് നമുക്ക് യൂഷ്വലി കിട്ടാറ് ഫ്ലിപ്പ് സോൺ കൺഫർമേഷൻസ് ആണ്. ഫ്ലിപ്പ് സോൺസ്. ഓക്കെ, ഈ സ്കീമാറ്റിക് പറഞ്ഞതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം അതിന്റെ ലോജിക് ഒന്ന് പഠിക്കാം. സോ നേരത്തെ പോലത്തെ അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. നമുക്കൊരു 15 മിനിറ്റ്സിന്റെ ഡിമാൻഡ് സോൺ കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെയാണ് ഡിമാൻഡ് സോൺ. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിമാൻഡ് സോൺ എന്നുള്ള എക്സ്പെക്ടേഷൻ നമുക്ക് വെക്കാം. ഓക്കെ, ഒബ്വിയസ്ലി എന്തായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്? പ്രൈസ് താഴോട്ട് വരികയാണ്. ഓക്കെ, നമുക്കറിയാം സപ്ലൈ കൺട്രോളിലായിരിക്കും. 1 മിനിറ്റിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഇത് 1 മിനിറ്റിന്റെ ചാർട്ടാണ്. ഓക്കെ, 1 മിനിറ്റിന്റെ ചാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. ആൻഡ് ഈ ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത് 50 മിനിറ്റ്സിന്റെ ഡിമാൻഡ് സോൺ ആണ് നിങ്ങൾ വിചാരിച്ചു. 50 മിനിറ്റ്സിന്റെ ഡിമാൻഡ് സോൺ. ഓക്കെ, സോ ഒബ്വിയസ്ലി നമുക്കറിയാം എന്തായിരിക്കും, ആരായിരിക്കും കൺട്രോൾ 1 മിനിറ്റ് നമ്മൾ വരുമ്പം? സപ്ലൈ സോൺസ് ആയിരിക്കും ഇവിടെ കൺട്രോൾ ഉണ്ടാവുക. ഇവിടെയും സപ്ലൈ സോൺ ആയിരിക്കും കൺട്രോൾ ഉണ്ടാവുക. ഫ്ലിപ്പിന്റെ സിനാറിയോയിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പ്രൈസ് ഡയറക്ട്ലി ചേഞ്ച് ഓഫ് കാറ്റർ തരില്ല. അതായത് നമുക്ക് ഈ സപ്ലൈ സോണിന്റെ ബ്രേക്ക് കിട്ടത്തില്ല. പകരം എന്ത് ചെയ്യും? പ്രൈസ് എവിടെ വരും? നമ്മൾ ഫ്ലിപ്പ് സോൺ പഠിച്ച പോലെ എന്ത് പറ്റും? ഇവിടെ സപ്ലൈ കൺട്രോൾ എടുക്കും. അതായത് നമുക്കിവിടെ സെൽ ഓർഡേഴ്സ് ഫിൽ ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇനീഷ്യൽ ആയിട്ട് റിയാക്ഷൻ തന്ന പോയിന്റ് എന്താണ്? ഇവിടെ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതിന്റെ മുകളിൽ ബോഡി ക്ലോസ് ചെയ്താൽ, ഓക്കെ, ഫ്ലിപ്പിന് നമുക്ക് എപ്പോഴും ബോഡി ക്ലോസ് ചെയ്യണം. നമുക്ക് വിക്ക് പോരാ. ലെറ്റ്സ് സേ പ്രൈസ് വന്നു, ബോഡി ക്ലോസ് ചെയ്യുന്നു വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫ്ലിപ്പ് ആയിട്ടുള്ള സോൺ കിട്ടും. അതായത് ഈ ബ്രേക്കിന് ക്രോസ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഡിമാൻഡിനെയാണ് നമ്മൾ ഫ്ലിപ്പ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്താണ് നമ്മളിവിടെ കാണുന്നത്? സപ്ലൈയിൽ വന്നു അല്ലെ, നമ്മൾ സപ്ലൈ ടാപ്പ് ചെയ്തു, എന്നാൽ സപ്ലൈ എന്ത് ചെയ്തിട്ടില്ല? ബ്രേക്ക് ചെയ്തില്ല. പകരം അവിടെ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? റിയാക്ഷൻ വന്നു തുടങ്ങി, പിന്നെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, റിയാക്ഷൻ ഫസ്റ്റ്, പിന്നെ ബ്രേക്ക്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫ്ലിപ്പ് സോൺ കിട്ടും. ഓക്കെ, ഇങ്ങനെ ഫ്ലിപ്പ് സോൺ കിട്ടുകയാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്ലിപ്പ് സോൺസിലും നമ്മൾ എൻട്രി എടുക്കും. ഓക്കെ, ആൻഡ് ഈ ഫ്ലിപ്പ് സോൺ ഡയറക്ട്ലി ഇങ്ങനെ ഞാൻ വരച്ച പോലെ തന്നെ ഈ സോണിൽ തന്നെ കിട്ടണമെന്നില്ല. സപ്പോസ് ചില സമയം എന്ത് സംഭവിക്കാം? നമുക്ക് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ഓഫ് കാറ്റർ ഓൾറെഡി കിട്ടിയെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ആ എൻട്രി മിസ്സായെന്നുള്ള രീതിക്ക് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെ നിങ്ങൾക്ക് ഈ സോൺ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രൈസ് അത് ബ്രേക്ക് ചെയ്തു. ഓക്കെ, പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങി, നമുക്ക് ആ എൻട്രി കിട്ടിയില്ല. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെ നമുക്കൊരു നല്ല എൻട്രി ഉണ്ടായിരുന്നു, നമ്മളത് മിസ് ചെയ്തു എന്നാണ് വിശ്വസിക്കുക. ഓക്കെ, ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റി? എന്തായാലും സപ്ലൈ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്, ഡിമാൻഡ് കൺട്രോൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ആക്ച്വൽ സിനാരിയോ പോലെ തന്നെ ചിന്തിച്ചു. ഓക്കെ, ഓൾസോ പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങി? വീണ്ടും മുകളിൽ കയറി. ഓക്കെ, 1 സെക്കൻഡ്. ലെറ്റ്സ് സേ നമ്മൾ മുകളിലോട്ട് കയറി, ഈ സപ്ലൈയും ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നിൽക്കുന്നത് മുകളിലുള്ള ആ സപ്ലൈയിലാണെന്ന് വിചാരിച്ചു. മുകളിൽ ഇപ്പോൾ ഉള്ള ഈ സപ്ലൈയിൽ നമ്മൾ എത്തിയെന്ന് വിചാരിച്ചു. ഓക്കെ, മുകളിലുള്ള എല്ലാം 1 മിനിറ്റിന്റെ രീതിക്ക് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആൻഡ് പ്രൈസ് ഇവിടെ വന്നു, ഈ സപ്ലൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. പകരം ഈ സപ്ലൈ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രൈസ് റിയാക്ട് ചെയ്യാൻ തുടങ്ങി എന്ന് വിചാരിച്ചു. അപ്പൊ എന്താണ് സംഭവിച്ചത്? നമ്മൾ ആദ്യം പഠിച്ച കാര്യം ഓർക്കുക. ഹൂ ഇസ് ഇൻ കൺട്രോൾ? സപ്ലൈ കൺട്രോൾ ഇവിടെ എടുത്തു അല്ലെ. നമുക്ക് എടുക്കേണ്ടത് ബൈ ആണ്. നമ്മൾ ഒരേ ഒരു ഡിമാൻഡ് സോണിൽ നിന്നാണ് നമ്മൾ വരുന്നത് അല്ലെ. അപ്പൊ എന്ത് പറ്റണം? നമുക്ക് ഈ കൺട്രോൾ മാറണം, വീണ്ടും ഡിമാൻഡ് കൺട്രോളിൽ വരണം. ഇങ്ങനെയാണ് സംഭവിക്കുന്നെങ്കിൽ നമ്മൾ ഇനി ബൈസ് ഒന്നും എടുക്കില്ല. സപ്പോസ് ഇവിടെ നമുക്ക് വേറൊരു ഡിമാൻഡ് സോൺ ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. ഓക്കെ, നമുക്ക് ഈ ഡിമാൻഡ് സോണിൽ കയറി ഡയറക്റ്റ്ലി എൻട്രി എടുക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? കാരണം ഇവിടെ ഒരു സപ്ലൈ റിയാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിമാൻഡിലോട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന എൻട്രീസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. പകരം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ഇവിടെ റീകൺഫേം ചെയ്യേണ്ടി വരും. ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. കാരണം നമ്മളിപ്പോൾ 1 മിനിറ്റിന് താഴെ എന്തായാലും ഇനീഷ്യലി ആരും ട്രേഡ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ 1 മിനിറ്റിലെ ചാർട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ്ലി ട്രേഡ് ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും. കാരണം നമ്മൾ വരുന്നത് ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള 1 മിനിറ്റിന്റെ സപ്ലൈ നിന്ന് റിയാക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, ഓൾസോ നമ്മൾ ഈ എൻട്രീസ് എടുക്കുന്ന സമയം വരും, നമ്മൾ ഈ ഒറ്റ കൺസിഡറേഷൻ മാത്രമായിരിക്കില്ല എടുക്കുന്നത്. അത് നമ്മൾ അതിന്റെ കൺഫർമേഷൻസ് എന്തെന്നുള്ളത് ഡിസ്കസ് ചെയ്യും. അതിനുള്ള ഒരു ചീറ്റ് ഷീറ്റ് നമുക്കുണ്ട്. ആ ചീറ്റ് ഷീറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ബൈ തിയറി അല്ലെങ്കിൽ ബൈ ലോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അൺമിറ്റിഗേറ്റഡ് ആയിട്ട് സപ്ലൈ എന്ന് വരുന്ന ഒരു പ്രൈസ് ആക്ഷന് ഡയറക്റ്റ് ഡിമാൻഡ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ നമുക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്രൈസിന് ഈ സപ്ലൈ ബ്രേക്ക് ചെയ്യാം അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? സപ്ലൈ മിക്കവാറും ഈ പ്രൈസ് ആക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാം. രണ്ടിനും ചാൻസ് ഉണ്ട്. ഓക്കെ,
സോ ഡയറക്റ്റ് നമ്മൾ എൻട്രി എടുക്കുന്നില്ല, നമുക്ക് ഫ്ലിപ്പിനെ പറ്റി ചിന്തിക്കാം. ഓക്കെ, ലെറ്റ്സ് സേ പ്രൈസ് ഇവിടെ റിയാക്ട് ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ ഇത് ബ്രേക്ക് ചെയ്യുന്നു വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? വീണ്ടും നമുക്ക് കിട്ടും ഫ്ലിപ്പ് സോൺ അല്ലെ, നമുക്ക് ഇവിടെ ഒരു ഫ്ലിപ്പ് സോൺ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം, ഓക്കെ, ഈ സപ്ലൈയും ഇപ്പൊ ഇവിടെ വാലിഡ് അല്ലാണ്ടായി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഡയറക്റ്റ്ലി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. പ്രൈസ് താഴെ ഇറങ്ങുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മൾ എൻട്രി ട്രിഗർ ആവും ആൻഡ് നമുക്ക് ആ മുകളിൽ പോകുന്ന പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ ആ പ്രോഫിറ്റ്സ് മൊത്തം നമുക്ക് ഗെയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഫ്ലിപ്പ് സോണിൽ എൻട്രി എടുക്കാൻ കഴിയും നമുക്ക്. ഓക്കെ, സോ നമുക്ക് ആ സ്കീമാറ്റിക് ഇനി പോവാം. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഫ്ലിപ്പിന്റെ സിനാരിയോ. ഓക്കെ, സോ ലെറ്റ്സ് സേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു 15 മിനിറ്റിന്റെ ഡിമാൻഡ് സോൺ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കാണുന്നത് 1 മിനിറ്റിന്റെ ചാർട്ടാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ലെഫ്റ്റിനെ നമുക്ക് പ്രൈസ് ആക്ഷൻ റീഡ് ചെയ്ത് തരാം. പ്രൈസ് താഴോട്ട് വന്നു അല്ലെ, സപ്ലൈകൾ ഉണ്ട് കൺട്രോളിൽ മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെ, ആ സപ്ലൈ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈസ് ഇവിടെ വന്നു. ഓക്കെ, ലിക്വിഡിറ്റി എല്ലാം ക്ലിയർ ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്ത്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ തന്നു. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്ത് പറ്റിയിട്ടുണ്ട്? ഇവിടെ ഈ വിക്ക് തന്നെ നമുക്ക് സോൺ ആണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ വിക്ക് സോൺസ് എടുക്കും. എപ്പോൾ ഈ വിക്ക് സോൺ ബ്രേക്ക് ആയോ നമുക്ക് വിക്ക് തന്നെ മതി. ഇവിടെ ഓൾറെഡി എന്ത് കിട്ടി? ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ബേസ്ഡ് ഓൺ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, സോണിന്റെ രീതിക്കുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. നമുക്ക് അതിനെ വിക്ക് മാത്രം മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? നമുക്ക് വേണമെങ്കിൽ ഈ താഴത്തെ വിക്ക് സോണിലോ അല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള എന്തൊക്കെ ഡിമാൻഡ് സോൺ ഉണ്ട് ആ ഡിമാൻഡ് സോണിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡ് പ്ലേസ് ചെയ്യാം. നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം. നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഓൾറെഡി ഈ ട്രേഡ് നമ്മൾ പ്രോഫിറ്റ്സിൽ റൺ ചെയ്യായിരുന്നു. ഓക്കെ, പക്ഷെ എന്ത് പറ്റിയില്ല? നമുക്ക് ആ ട്രേഡ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വിശ്വസിക്കാം, എടുക്കാൻ പറ്റിയില്ല. നമുക്ക് എന്ത് കാണാം? പ്രൈസ് മുകളിൽ പോയിട്ട് എന്ത് ചെയ്തു? ഇവിടെ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള സപ്ലൈ സോൺ ഉണ്ടായിരുന്നു. ഓക്കെ, അൺമിറ്റിഗേറ്റഡ് എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ ബ്രോ ഇതിപ്പോൾ അൺമിറ്റിഗേറ്റഡ് അല്ല എന്ന് തോന്നും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ വിക്കും ഈ ക്യാൻഡിലും തമ്മിൽ ഇംബാലൻസ് ഉണ്ട് ചെറുതായിട്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെടുക്കാം? ആ സോണിന് എടുക്കാം. ആ സോണിന്റെ 50% ആണ് ഈ ഏരിയ. നമ്മൾ റിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അവിടെ വന്നിട്ട് എന്ത് ചെയ്തു? പ്രൈസ് അവിടെ വന്നിട്ട് എന്ത് ചെയ്തു? സപ്ലൈ എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തില്ല. പകരം എന്ത് ചെയ്തു? നമ്മളവിടെ കൺട്രോൾ എടുത്തു, റിയാക്ഷൻ ചെയ്തു. പ്രൈസ് ഇവിടെ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സപ്ലൈ കൺട്രോളായി അല്ലേ. നമുക്ക് എന്തായാലും ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റത്തില്ല. പകരം പ്രൈസ് എന്ത് ചെയ്തു? കൺട്രോൾ എടുത്തു. ഇതായിരുന്നു ഇനീഷ്യൽ ആയിട്ട് നമുക്ക് എന്ത് തന്ന റിയാക്ഷൻ തന്ന പോയിന്റ്. അതിന് മുകളിൽ പ്രൈസ് പോയി ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫ്ലിപ്പ് സോൺ കിട്ടും അല്ലേ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വിക്ക് സോൺ ഉണ്ട്. ഫ്ലിപ്പായിട്ട് പ്രൈസ് എന്ത് ചെയ്തു? എക്സാക്ട്ലി ആ വിക്ക് സോണിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രൈസ് മുകളിലോട്ട് കയറാൻ തുടങ്ങി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ വിക്ക് സോണിൽ നമുക്ക് എൻട്രി ഇടാം. സ്റ്റോപ്പ് ലോസ് താഴെ നിൽക്കാം. നമുക്ക് ആ ബൈ എടുക്കാം. സെയിം കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെയറിഷ് ആയിട്ടുള്ള സിനാരിയോയിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മളെ 15 മിനിറ്റിന്റെ സപ്ലൈ സോൺ ആൻഡ് ഇതിപ്പോൾ 1 മിനിറ്റിന്റെ ചാർട്ടാണ് എന്നുള്ള രീതിക്ക് തന്നെ പോവാം. പ്രൈസ് ബുള്ളിഷ് ആയിട്ട് വരുമായിരുന്നു. ഡിമാൻഡ് ആയിരുന്നു കൺട്രോളിൽ ഉണ്ടായിരുന്നത്. ഡിമാൻഡ് അവസാനം കൺട്രോളിൽ ഉണ്ടായിരുന്ന ഏരിയ ഇതായിരുന്നു. പ്രൈസ് അത് ബ്രേക്ക് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് ഫസ്റ്റ് എൻട്രി ഇവിടെ എടുക്കായിരുന്നു അല്ലെ. നമുക്ക് ബിഗ് സോൺസിൽ എൻട്രി എടുക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ ഓൾറെഡി അതിൽ പ്രോഫിറ്റ് ആയിരുന്നതിന്. പക്ഷെ നമുക്കത് കിട്ടിയില്ല. പക്ഷെ നമ്മൾ നോക്കുന്ന നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്തൊരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡ് സോണിൽ വന്നു. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? റിയാക്ട് ചെയ്തു അല്ലേ. അവിടെ വന്ന് ഉടനെ എന്ത് ചെയ്തു? ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. ഒരു ഡിമാൻഡിൽ വന്ന് ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങുക എന്ന് വെച്ചാൽ എന്താണ്? ഡിമാൻഡ് ഇവിടെ കൺട്രോൾ എടുക്കുകയാണ്. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ റിയാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ആദ്യമായിട്ട് പ്രൈസ് അവിടെ വന്നിട്ട് ബുള്ളിഷ് ആവാൻ തുടങ്ങിയ ആ ഒരു ഏരിയ. ഇനീഷ്യൽ റിയാക്ഷന് താഴെ എപ്പോൾ ബോഡി ക്ലോസ് ചെയ്യുമോ അപ്പോഴാണ് നമുക്ക് ഫ്ലിപ്പ് കിട്ടുക. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് കിട്ടി? ബോഡി ക്ലോസ് ആയി. അപ്പൊ നമുക്കറിയാം ഇവിടെ ഈ സപ്ലൈയുടെ കൺട്രോൾ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിമാൻഡിന്റെ കൺട്രോൾ പോയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ആര് കൺട്രോളിൽ വരും? സപ്ലൈ അല്ലെ. നമുക്ക് അവിടെ വിക്ക് സോൺ കാണാം. ആ വിക്ക് അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള വിക്കാണ്. പ്രൈസ് എന്ത് ചെയ്തു? ആ ഫ്ലിപ്പ് ക്ലോസ് ചെയ്തിട്ട് നേരെ ആ സോണിൽ വന്നു ഓർഡേഴ്സ് ഫില്ല് ചെയ്തു ഇറങ്ങി അല്ലെ. സോ ഇതാണ് ഫ്ലിപ്പ് സോൺ ബേസ്ഡ് ആയിട്ട് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും എൻട്രി എടുക്കുക. ഓക്കെ, നിങ്ങൾ ഈ ലോജിക് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് ട്രേഡ്സ് എടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ഒരു എക്സാമ്പിളിൽ കാണാം. ഓക്കെ ഗൈസ്.